പൊതുവെ ഒരു എഴുത്തുകാരെന്നുള്ള നിലയിൽ നമ്മൾ കണ്ടംപററി ആയിട്ടുള്ള ബാക്കിയുള്ള എഴുത്തുകാരും നമുക്ക് ഇഷ്ടപ്പെടരുത്. നമ്മൾ അവരെ പ്രേമിക്കാൻ തുടങ്ങി നമുക്ക് അവരോട് ആരാധന തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമയിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളത് ഒരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ. എവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 2000-2500 ആൾക്കാർ തടിച്ചു കൂടും. ലാലേട്ടൻ്റെ ആരാധകരെന്നതിൻ്റെ ഒരു ഭയങ്കര ഏരിയ ആണത്. വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെന്ന് വെച്ചാൽ ഇവരെ ഉപജീവിച്ച് ജീവിക്കുന്ന ഒരുപാട് ക്ഷുദ്രജീവികളുണ്ട്. പേര് പറഞ്ഞാൽ വലിയ വലിയ പേരുകൾ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവർക്ക് ജർമ്മനിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാലേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കണ്ട വഴുക്കപ്പാറ മുഴുവൻ പറ്റിപ്പിടിച്ച് കയറി ഒരു ആവശ്യമില്ല ലാലേട്ടന്. എന്നുള്ള എഴുത്തുകാരെ എഴുതി വെച്ചതിന്റെ അത്രയും ആഴത്തിൽ അഞ്ചർമ്മനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഐ ഡോണ്ട് കെയർ. നീ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിന്നെ പേടിയില്ല, അത്രേ ഉള്ളൂ. നിന്നെ സൂചിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല, ഞാൻ സൂചിപ്പിക്കാനും നിൽക്കുന്നില്ല. നമ്മളെല്ലാവരും ഇതാ ഇന്ന് പാട്ടറൊക്കെയാണ് ഷഹബാസമിൻ്റെ ആരാധകർ എല്ലാവരും വരുന്നു, ചെവിയിൽ പ്ലഗിൻ കുത്തി വെക്കുന്നു, അവ കൊടുക്കുന്നത് മരത്തിലിരിക്കും. സിനിമ എന്ന് പറയുന്നത് പാമരനുള്ളതാണെന്നാണ് എൻ്റെ ഒരു പണ്ഡിതനുള്ളതല്ല. ഓളവും തീരവും എന്നുള്ള പടം കണ്ടിട്ടുണ്ടോ? നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, 12 സാറിൻ്റെ. ഈ 2 പടത്തിനും ഒരേ കഥയാണ്. സിനിമ വിമർശിക്കണമെങ്കിൽ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ചോദിക്കുന്നില്ലേ? ഫിലിം അപ്രിസിയേഷനാണ്, ക്രിറ്റിസിസം അല്ല. അത്തരത്തിലുള്ള റിവ്യൂവേഴ്സോ ഒന്നും നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലില്ല. ഇപ്പോഴും തെറി വിളിച്ചാലാണ് വ്യൂവേഴ്സ് കൂടുക. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ 4 ഹീറോസും ഉണ്ട്, 400 ഡയറക്ടേഴ്സും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഞാനൊരു ഭയങ്കര ആളാണ്, ഞാൻ ഞെട്ടിക്കണം എല്ലാവരെയും എന്ന് വിചാരിച്ച് ഞാൻ ഒരു സിനിമ എടുത്തിട്ടില്ല. ഐ ഡോണ്ട് കെയർ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. ഞാൻ എൻ്റെ ജോലി, എൻ്റെ പണിയും, ഞാൻ നിന്നെ ഉപദ്രവിക്കാനും വരുന്നില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് നിന്നെ സഹായിച്ച് നല്ല കാര്യം ചെയ്തേ പറ്റുന്നു, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. കണ്ടംപററീസ് ആയിട്ടുള്ള എഴുത്തുകാരുണ്ടല്ലോ ഇപ്പത്തെ. അത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അതെ, അത് അഭിപ്രായം പറയാൻ പറ്റില്ല, നമ്മൾ പറയില്ല. അത് പറയാൻ പാടില്ല. എന്നെ പറ്റി ആരും പറയുന്നില്ലല്ലോ. പറയാൻ പാടില്ല, അത് പറയില്ല നമ്മൾ. ഓക്കെ. പൊരുത്തക്കേടുകൾ തോന്നിയവരും ഉണ്ടാവും, മറ്റേ ഒക്കെ ഉണ്ടാവും. താല്പര്യം തോന്നിയവരും ഉണ്ടാവും. ഉണ്ടാവും. അതായത് പൊതുവെ ഒരു എഴുത്തുകാരെന്നുള്ള നിലയിൽ നമ്മൾ കണ്ടംപററി ആയിട്ടുള്ള ബാക്കിയുള്ള എഴുത്തുകാരും നമുക്ക് ഇഷ്ടപ്പെടരുത്. നമ്മൾ അവരെ പ്രേമിക്കാൻ തുടങ്ങി നമുക്ക് അവരോട് ആരാധന തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. ഞാൻ്റെതാണ് മികച്ചത്, എന്നെപ്പോലെ ആരും ഇല്ലയെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ഇനി ചോദിക്കാനുള്ളത് യാത്രകളെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പാരീസിലെ കല്ല് പതിപ്പിച്ചിട്ടുള്ള ഒരു കഫേയിൽ കോഫി സിപ്പ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയിട്ടുള്ള രഞ്ജൻ പ്രമോദിനെ അറിയാം. ഗംഗാ നദീതടത്ത് ഈ ജടങ്ങളൊക്കെ സംസ്കരിക്കുന്ന അതിൻ്റെ ചൂടിൽ കിടന്നുറങ്ങിയ രഞ്ജൻ പ്രമോദിനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ യാത്രകൾ എപ്പോഴെങ്കിലും സിനിമകൾ എഴുതാനോ സിനിമ ആവിഷ്കരിക്കാനോ സഹായിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ ഇവോൾവായി വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഈ യാത്രകളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലൂടെയോ വായിക്കുന്ന കാര്യങ്ങളിലൂടെയോ ഒക്കെ നമുക്കുണ്ടാവുന്ന മാറ്റം അതിനെ സ്വാഭാവികമായിട്ടും അതിനെ സ്വാധീനിക്കും. നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് ആ സിനിമയെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 50% സ്ഥലത്താണ് ഇതിൻ്റെ 70% സിനിമ നടക്കേണ്ടത്. അതെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായ ഒരു കാഴ്ചയും അതിന് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കണ്ടു പഴകിയ കാഴ്ചകളാണ് വരേണ്ടത്. കാരണം ഈ കല്ല് എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ മരം എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ വാതിൽ എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ വീട് എനിക്ക് പരിചയമുണ്ടല്ലോ, ഇയാൾ എനിക്ക് പരിചയമുണ്ടല്ലോ എന്നാണ് തോന്നേണ്ടത്. എന്നുവെച്ചാൽ പുതുമ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവരുതെന്നർത്ഥം. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അത് വളരെ ഒരു എന്താ പറയുക, ഒരു ചുഴിയല്ലേ. നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് സിനിമയിൽ വേണ്ടത്. സിനിമാറ്റിക്കായിട്ട് അതിലൊന്നും ഉണ്ടാവാൻ പാടില്ല. സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല. ഒരു റിയലിസ്റ്റിക് സിനിമയാണ്. 100-100 ചില്ലാനും കഥാപാത്രങ്ങളുണ്ട്. അന്ന് സിങ് സൗണ്ട് ഇന്നും ആരും സിങ് സൗണ്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ ഞാൻ 100-100 ചില്ലാനും ആൾക്കാരുള്ള ഔട്ട്ഡോർ സിനിമ സിങ് സൗണ്ട് എടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ സിനിമേനെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1-2 പേരോട് ഇത് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയാറും മിണ്ടണ്ട പറയണ്ട എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വീണ്ടും പോവുക. എന്നിട്ട് അതിനെ ഒരു വർക്കാക്കി പുറത്തു വരികയും അതിനെ ഒരു കണ്ടംപററി ക്ലാസിക് ആണെന്നുള്ള നിലയിൽ ഓഡിയൻസ് പറയുന്ന ലെവലിലേക്ക് അത് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ യാത്രകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഷോട്ടുകളിലേക്കോ കഥ ആലോചിച്ചതിലേക്കോ ഒന്നും ആയിരിക്കില്ല. അത്ര ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക്. ഇപ്പോൾ 0 പോയിൻറ്റ് ബേബി എടുക്കുന്ന സമയത്ത്
ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഔട്ട്ഡോർ യൂണിറ്റ് പോകില്ല, അവിടെ ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടേക്ക് ആർക്കും ഒന്നും കയറി പോകാൻ തന്നെ പറ്റാത്ത ബുദ്ധിമുട്ട് പിടിച്ച ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ക്യാമറമാൻ്റെ അടുത്ത് ഫസ്റ്റ് അരുൺ ചാനൽ വന്ന് ലൊക്കേഷൻ നോക്കിയ സമയത്ത് ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ഫ്ലക്ച്വേഷൻ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെക്കൻഡ് മഴ പെയ്യും, പിന്നെ വെയിലാവും, മറ്റേതാവും, ഡ്രസ്സിൽ വരും, മഴ പെയ്യും, കാറ്റ് വരും, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആരോ ഒരു ഷോട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ക്ലൈമറ്റും കാര്യങ്ങളും ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. സോ അത് ഫോട്ടോഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുക എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നുവെച്ചാൽ അത് എങ്ങനെ എന്നുവെച്ചാൽ നമുക്ക് അത് നമ്മൾ പഠിച്ച് ചെയ്യണം, നമുക്ക് അറിഞ്ഞ വഴികളിലില്ല. അത് ഒരു പുതിയ വഴിയിലൂടെ നമ്മൾ നടക്കണം ആ ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അരുണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം, ബെർട്ട്ലൂച്ചി അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന് ഷോട്ട് എടുത്ത് തീർക്കാനാവില്ല, ഈ ഫിലിം എടുത്ത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ വെറും 2 ക്യാമറയും 2 ബോഡിയും ഒരു സെറ്റ് ഓഫ് ലെൻസ്, 2 ക്യാമറയുടെ 2 ബോഡിയും സൗണ്ട് എക്യുപ്മെൻറ്റും മാത്രമായിട്ടാണ് ഞാൻ കയറുന്നത്. എൻ്റെ അടുത്ത് 6 ഫീറ്റ് ആയിട്ടുള്ള ഒരു ട്രോളീൻ്റെ ഒരു പീസ് മാത്രമുണ്ട്, 6 അടി പീസ്. അത് 2-3 ഷോട്ടാണ് ഞാൻ ആകെയിൽ ട്രോളി ഇട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ലൈറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റർ പോവില്ല വണ്ടി അങ്ങോട്ട്. സാധാരണ ജനറേറ്റർ എടുക്കാൻ പറ്റില്ല, കാരണം സിങ്ക് സൗണ്ട് ഉള്ളത് കാരണം ജനറേറ്ററിലെ ശബ്ദം കൊണ്ട് വരില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സിൽ ടോട്ടൽ ഫിലിം ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു സിനിമ ഇവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. ഒരു ഫീച്ചർ ഫിലിം, കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചർ ഫിലിം, അല്ലാതെ നമ്മളൊരു ഇരിക്കുന്നത് പോലെ ഡോക്യുമെൻ്ററി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതല്ല. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ചെയ്യുന്നു എന്നുള്ള തീരുമാനം എടുക്കുന്നതും അതിന് ഇത്രയും പേരെ കൂടെ നിർത്തി അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിലൊക്കെ ഒരു മുൻമാതൃകകളില്ലാത്തത് കാരണം അതിൻ്റെ അകത്തൊരു വലിയ റിസ്ക് ഉണ്ട്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കയ്യിലാണ്. അതിനുവേണ്ടി ഇറക്കുന്ന കാശിന് മുഴുവനുള്ള ഉത്തരവാദിത്തവും എല്ലാം എൻ്റെ കയ്യിലാണ്. വേറെ ആരും ഒരു തരി പോലെ അതിന് ഉത്തരവാദിത്തം എടുക്കില്ല. അപ്പോൾ ദിലീഷ് പോത്തൻ എന്ന നിർമ്മാതാവും പ്രധാന നടനുമായി നിൽക്കുന്നത് കൊണ്ടാണ് ആ സിനിമ എന്നെക്കൊണ്ട് സാധ്യമാവുന്നത്. അദ്ദേഹം എന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ആ ചെയ്യട്ടെ പുള്ളി എന്നുള്ളത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ജഡ്ജ്മെൻ്റലായിട്ട് നോക്കുകയായിരുന്നെങ്കിൽ പലതരത്തിലും ഇടപെട്ടും ഇതൊന്നും നടക്കൂല. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എല്ലാം പുതിയ ആൾക്കാർ അഭിനയിക്കുന്നു, ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അങ്ങനെയുള്ള കണ്ടൻറ്റുകളിലേക്ക് എടുത്ത് അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിനും റിസർച്ച് ചെയ്യുന്നതിനൊക്കെ എൻ്റെ ഈ യാത്രകളും അനുഭവങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള എൻ്റെ സ്പിരിച്വലായിട്ടുള്ള എൻ്റെ ഗ്രോത്തും എൻ്റെ അറിവ്, നമുക്ക് അറിവ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഭയങ്കര സംഭവമായിട്ട് അറിയില്ല, ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. അറിവ് എന്നുള്ളതുകൊണ്ട് ബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടും വായിച്ചുകൊണ്ടും ചിന്തിച്ചതുകൊണ്ടും ഉണ്ടായിട്ടുള്ള അറിവ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓളവും തീരവും എന്നുള്ള പടം കണ്ടിട്ടുണ്ടോ? നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, പത്മനാഭൻ സാറിൻ്റെ. ഈ 2 പടത്തിനും ഒരേ കഥയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്നുള്ള പടത്തിനും 3-ാം പക്കത്തിന് ഇരിക്കുന്ന ഒരേ കഥയാണ്, ജസ്റ്റ് ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് വന്നപ്പോൾ, ഇത് നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകളുടെ ക്ലൈമാക്സ് വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. പത്മനാഭൻ സാറിൻ്റെ അടുത്ത് എല്ലാവരും ആ ക്ലൈമാക്സ് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾ പറയുന്ന ഒരു റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ഒരു സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കിലയാണെന്നാണ് പറയുക. പങ്കില, അവൾ കളങ്കം ചേർന്ന് പോയി. അങ്ങനെ പങ്കിലയായ ഒരു നായികയെ നായകൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നായകത്വത്തിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആരൊക്കെയോ പത്മനാഭൻ സാറിൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തു. എന്നിട്ട് അത് മാറ്റണം ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ. പത്മനാഭൻ സാർ അത് മാറ്റിയില്ല, ആ ക്ലൈമാക്സ് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എന്തിൻ്റെ പേരിലാണ്? മുമ്പ് ഈ ക്ലൈമാക്സ് വർക്കായിട്ടുണ്ട് എന്നുള്ള അറിവിൻ്റെ പേരിലാണ്. ഉറപ്പാണ്. കാരണം അത് ഓളവും തീരവും കൊണ്ട് സൂപ്പർ ഹിറ്റ് പടം, അതിൻ്റെ ക്ലൈമാക്സ് ഇതാ. പക്ഷേ ഓളവും തീരവും എന്നുള്ള സിനിമയും 3-ാം പക്കം എന്നുള്ള സിനിമയും ഒരു സിനിമയല്ല, അത് കോപ്പിയടിയല്ല. അത് മനസ്സിലായില്ലേ? അതിന് ഉണ്ടായിട്ടുള്ള സാമ്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പത്മനാഭൻ സാർ ഓർത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടന്നത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ 3-ാം പക്കത്തിൻ്റെ ഫ്ലിപ്പാണ് അപ്പൂപ്പനെ അമ്മൂമ്മയാക്കിയതാണ് എന്ന് പറയുന്ന ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ചെയ്യില്ലായിരിക്കാം ഉള്ള സാധനം. മനസ്സിലായില്ല? അതറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം. അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്ന പോലെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് നമ്മുടെ അറിവ് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമുക്ക് വേറൊരു അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ഇത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു സിനിമ ഞാൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഓ ബേബി എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യം ഉണ്ടാവുന്നത്. ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമയിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളതൊരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ. എവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 2000-2500 ആൾക്കാർ തടിച്ചു കൂടും ആ ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത്. വയനാട്ടിലായിക്കോട്ടെ, നിലമ്പൂരായിക്കോട്ടെ, അവിടെയൊന്നും ഒരു സിനിമ ഷൂട്ടിങ് വന്നിട്ടില്ല. ലാലേട്ടൻ്റെ ആരാധകരെന്നതിൻ്റെ ഒരു ഭയങ്കര ഏരിയയാണത്. അവിടെയാണ് നമ്മൾ പോയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ കൊണ്ട് വെർജിൻ ലൊക്കേഷനാണ്. അന്ന് അവിടെ അധികം ആരും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ആ പറയുന്ന ലൊക്കേഷൻസിലൊന്നും. വെച്ചാൽ നാട്ടുകാർ സിനിമ ഷൂട്ടിങ് കണ്ടിട്ടില്ല. അപ്പോൾ ലോറിക്കും ബസ്സിനും വിളിച്ചിട്ടാണ് ആൾക്കാർ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വരുന്നത് കാണാൻ.
അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാടിൻ്റെ അകത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ ഒരുപാട് ഫേസ് ചെയ്തു. കാരണം കാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആരും കാണാത്ത കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടു പോകുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷോട്ട് എടുത്തിരുന്ന് അപ്പുറത്ത് ഒരുത്തുണ്ടാവും തലയിട്ട് ഇങ്ങനെ നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന ചില വള്ളികളും ചെടികളും ചില വള്ളിപ്പടർപ്പുകളൊക്കെയാണല്ലോ നമുക്ക് ഫ്രെയിമാണല്ലേ വേണ്ടേ. അതിലിങ്ങനെ കിടക്കുന്നൊരു വള്ളിപ്പടർപ്പ് ഉണ്ടാവും. നമ്മളിതാ ഇവിടെ എടുക്കാമെന്ന് ലൊക്കേഷൻ നോക്കി വന്ന സ്ഥലത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ചവിട്ടി പോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൽ പോവുക ചെയ്യുക. നമ്മുടെ ആൾക്കാർ തന്നെ ചവിട്ടി പോക്കും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം. പിന്നെ മുത്തങ്ങ സംഭവത്തിന് ഞാനെടുത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് അത് ഫ്രഷാണ്. ഇപ്പോൾ ഈ നരിവേട്ട ചെയ്യുന്നത് 20 വർഷം കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഇല്ല. അന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഉണ്ട്. ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്തിട്ട് ഹിറ്റായിട്ടുള്ള ഒരാളാണ്. അത് കമേഴ്ഷ്യലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ മുത്തങ്ങ വിഷയവുമായി സിനിമ എടുക്കാൻ പോകുന്നു എന്ന് അറിയുന്ന സമയത്ത് അതിൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഫോറസ്റ്റ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പാർട്ടിക്കാരായിക്കോട്ടെ, പലർക്കും അതിൻ്റെ അകത്ത് താല്പര്യമുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അവിടെ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെന്ന് വെച്ചാൽ ഇവരെ ഉപജീവിച്ച് ജീവിക്കുന്ന ഒരുപാട് ക്ഷുദ്രജീവികളുണ്ട്. പേര് പറഞ്ഞാൽ വലിയ വലിയ പേരുകൾ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവർക്ക് ജർമ്മനിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വളരെ ആത്മാർത്ഥമായ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടി ഒരുത്തർ ഇതിൻ്റെ ഉള്ളിലേക്ക് പണിയാൻ വരുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ്. അവർ തന്നെ ശത്രുവായിട്ടേ കാണുന്നുള്ളൂ. ഒരു തരത്തിലും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല അത്തരം കാര്യങ്ങളോടൊക്കെ. കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ തീയിട്ട് ഷൂട്ട് ചെയ്തു. കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒന്നാലോചിച്ച് നോക്കണം. കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്തു. ഫയർ എഞ്ചിനൊന്നുമില്ല. അവിടെ എത്തൂലല്ലോ. ഞാൻ ആ റൈറ്റ് ഷൂട്ട് ചെയ്തില്ലേ, തീ കത്തിക്കുന്ന എടുത്തില്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എടുത്തേ. നിങ്ങളൊന്ന് പോയിട്ടൊരു കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്തേ. നടക്കില്ലല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്യാൻ. എനിക്കതുപോലും നടന്നു. അതിൻ്റെ അകത്ത് ഇത്രയും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് പോലും എനിക്കതുപോലും നടന്നു. ലാലേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കണ്ട വഴുക്കപ്പാറ മുഴുവൻ പറ്റിപ്പിടിച്ച് കയറി ചെല്ലാൻ വേണ്ടി ലാലേട്ടനെ പോലത്തെ ഒരു ആവശ്യമില്ല. ലാലേട്ടന് സൂപ്പർ സ്റ്റാർ, മനസ്സിലായില്ലേ, എൻ്റെ കൂടെ വന്നു ലാലേട്ടൻ. അങ്ങനെയൊന്നും അത് പറയലല്ലോ. അത് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അത് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടാവുക, ആ സിനിമ ചെയ്യേണ്ടതാണെന്ന് തോന്നുക. അപ്പോഴാണല്ലോ ഇത്രയും വലിയ എഫേർട്ട് അതിന് വേണ്ടി എടുക്കുക. ഞാൻ മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്തും ക്യാമറ പോകുന്ന സ്ഥലത്തൊക്കെ ലാലേട്ടനും പോകണമല്ലോ, വരണം. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് ഇപ്പോൾ ആ പയ്യനെ കിട്ടിയില്ല. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു പയ്യനെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിങ്ങൾ വിരുദ്ധനഗറിലുള്ള കുട്ടികളുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന പരിചയമുള്ള കുട്ടികളുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ഷൂട്ട്, അങ്ങനെ ആരെങ്കിലും കുട്ടികളെ എടുത്തിട്ട് ചെയ്യുക, ഒരു കറുത്ത കുട്ടിയെ കിട്ടിയാൽ പോരെ എന്നാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആ സിനിമയുടെ രക്തസാക്ഷി. അവന് വേണ്ടിയാണ് ആ സിനിമ. അതുകൊണ്ട് എത്നിക്കലി വയനാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയായിരിക്കണം അത്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയിലേക്ക് ശ്രദ്ധ വരുന്നതോടുകൂടി വയനാട്ടിലെ ആദിവാസികളുടെ പ്രശ്നങ്ങളിലേക്കും കൂടെ ശ്രദ്ധ വരികയാണ് ചെയ്യുന്നത്. അതാണ് ആ സിനിമയുടെ പർപ്പസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു കുട്ടിയെ കിട്ടിയേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷൂട്ട് തുടങ്ങാൻ ഒരാഴ്ച ഉള്ളപ്പോൾ വരെ കുട്ടിയെ കിട്ടിയിട്ടില്ല. ഇവനെ കണ്ട് ഇവരെ എടുക്കാൻ തീരുമാനിച്ചെടുത്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോന് നിൽക്കാൻ പറഞ്ഞാൽ ഇവൻ നിന്നില്ല. അവൻ പോയി കളഞ്ഞു. കാരണം ഇവർക്കിതൊന്നും ശീലമില്ല, കണ്ടിട്ടില്ല. അവർക്ക് എന്ത് മോഹൻലാൽ, എന്ത് സിനിമ, എന്ത് മലയാളം ഒന്നുമില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പയ്യൻ എന്നിട്ട് പിന്നെ അവൻ്റെ ഒരു കസിനൊരു വേറൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ കൂടെ നിർത്തിയപ്പോഴാണ് ഒരു ഫോട്ടോ സ്റ്റില്ലെടുക്കാൻ അവൻ സമ്മതിച്ചത്. ആ ഒരു സ്റ്റില്ലും കൊണ്ടാണ് ഞാൻ വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒരിടത്തും പറഞ്ഞത് ഇവനാണെന്ന്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ എന്ത് ധൈര്യം അത്, എവിടെ നിന്ന് ധൈര്യം വന്നതാണത്? അതായത് ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നില്ല അവൻ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ലാലേട്ടൻ ഒരു സിനിമയും കാണാത്ത സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കുന്നത്. അത് മാത്രമല്ല, ലാലേട്ടൻ അങ്ങനെ ഒരു പുതിയ ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തതും ഞാൻ തന്നെ. ശരിയാണ്. ആ പയ്യൻ്റെ ഉള്ളൊരു കാര്യത്തിലുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ പോലും അറിയാത്തൊരു പയ്യൻ, അവനെ മാധ്യമം അറിയില്ല എന്നുള്ളതൊന്നല്ല ബ്രോ. അതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കമാൻഡ് എടുക്കാൻ അറിയില്ല. അവൻ്റെ അച്ഛൻ, നമ്മളെടുത്ത് നമ്മുടെ അച്ഛൻ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കമാൻഡ് എടുക്കാൻ, അത് ഒബേ ചെയ്യാൻ അറിയാം. അവർക്കറിയില്ല. അവർ കാട്ടുപൂക്കളെ പോലെയാണ്, കാട്ടുചെടികളെ പോലെയാണ്. കാട്ടിലെ പൂക്കളും പുഴുക്കളും പുൽച്ചാടികളൊക്കെ അവനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ പോലെ അവർ. കാരണം അവർക്കൊരു കമാൻഡ് എടുത്തിട്ടില്ല. ദേ ആർ നോട്ട് ടൈംഡ്. അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്, അനുസരണമാണ്. ലൈറ്റിൽ നിൽക്കണം, പോയിന്റിൽ നിൽക്കണം. അവിടെ നിന്നിട്ട് കരയാൻ പറയുമ്പോൾ കരയണം, ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണം, ഡയലോഗ് പറയണം, ഡയലോഗ് ബൈ ഹാർട്ട് പഠിക്കണം. നിസ്സാര കാര്യമാണോ സിനിമയിൽ അഭിനയിക്കൽ? കൂടെ നിൽക്കുന്നത് ലാലേട്ടനാണ്. വിലപ്പെട്ട സമയമാണ്.
എനിക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെയുള്ള ദിവസങ്ങൾ തന്നെ ഉള്ളൂ. അല്ലാതെ നിൻ്റെ ജീവിതത്തിൽ ഞാനിനി നിൻ്റെ സിനിമ തീർത്തിട്ടേ വേറെ സിനിമയ്ക്ക് പോകുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ലാലേട്ടന്? പറ്റില്ല. സമയബന്ധിതമായി കൊണ്ടത് തീർക്കണം. അങ്ങനെ ഭയങ്കര ചലഞ്ചുകളുണ്ട്. അവരെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ, നമ്മൾ ഇത്രയും വലിയ ക്രൂവുമായിട്ട് അവിടെ പോവുകയാണ്. സിനിമയിൽ ബന്ധപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ പല ലെവലിലുള്ള ആൾക്കാരുണ്ട്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഔട്ട്ഡോർ യൂണിറ്റും അങ്ങനെ ആയിട്ട് പല 100 ചില്ലാനും ആൾക്കാരാണ് ഇവരുടെ ഇടയ്ക്കേക്ക് പോകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ, തരത്തിലുള്ള കമൻ്റ് അടിച്ചു എന്നുള്ള കംപ്ലൈൻറ്റുകളോ, അല്ല അബ്യൂസിൻ്റെ കംപ്ലൈൻറ്റുകളോ, അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നാൽ ആര് തൂങ്ങും? ഞാൻ തൂങ്ങും. ഹൈ റിസ്ക്കാണ്. ഹൈ റിസ്ക്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ഹൈ റിസ്ക് എടുത്ത് നമ്മളത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന്. അതൊരു സ്പിരിച്വൽ എനർജിയാണ്. അല്ലെങ്കിൽ അതൊരു ഈ പറയുന്ന അന്വേഷണം, ഈ പറയുന്ന വായന, അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞാനൊരു ഭയങ്കര ആളാണ്, ഞാൻ ഞെട്ടിക്കണം എല്ലാവരെയും എന്ന് വിചാരിച്ച് ഞാൻ ഒരു സിനിമ എടുത്തിട്ടില്ല. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ ഞെട്ടണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമ എടുക്കുകയും എല്ലായ്പ്പോഴും ഞാൻ ഏറ്റവും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് പാമരനുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഇത്. പണ്ഡിതനുള്ളതല്ല സിനിമ. പണ്ഡിതന് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പണ്ഡിതർക്കുള്ള സിനിമകളും ഉണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ സിനിമ എന്ന് പറയുന്നത് പണ്ഡിതനുള്ളതല്ല, സാധാരണക്കാർക്കുള്ളതാണ്. എല്ലാ സിനിമയും കാണുന്ന സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സിനിമ. അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ ഗൗരവമുള്ളതായിരിക്കാം, കണ്ടൻറ്റുകൾ ആഴമുള്ളതായിരിക്കാം, അതൊക്കെ വേറെ ആയിരിക്കാം. പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റും ഞാനും അതിനെ നോക്കുന്ന എപ്പോഴും സാധാരണ സിനിമ നാട്ടിൽ സിനിമ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഞാൻ എപ്പോഴും സിനിമേനെ സമീപിക്കുന്നത്. എന്നുവെച്ചാൽ കമേഴ്ഷ്യൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ കമേഴ്ഷ്യലാണ് എൻ്റെ ചിന്തകളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഓ ബേബി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അതിലും ഈ പറയുന്ന ഹീറോയിസും എടുക്കും, വലിയ അടിയും പാട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. കമേഴ്ഷ്യൽ എലിമെൻറ്റുകളാണുള്ളത്. രക്ഷാധികാരി വഴി എടുത്താലും അതെ, ഫോട്ടോഗ്രാഫർ എടുത്താലും അതെ, അതിൻ്റെ അകത്തൊക്കെ ഉള്ളത് കമേഴ്ഷ്യൽ എലിമെൻറ്റുകൾ തന്നെയാണ്. കമേഴ്ഷ്യലായിട്ട് തന്നെയാണ് ഞാൻ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ പാമരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവരമില്ല എന്നുള്ള നിലയ്ക്കുള്ളതല്ല. അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ സിനിമ വിമർശിക്കണമെങ്കിൽ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ചോദിക്കുന്നില്ലേ, അതേപോലെ എഡിറ്റിംഗ് പഠിക്കണ്ട. പാമരന് വേണ്ടിയാണ്, എഡിറ്റിംഗ് പഠിച്ചവന് വേണ്ടിയിട്ടല്ല സിനിമ. അയാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത്, ഞാൻ പാമരന് വേണ്ടി തന്നെയാണ് സിനിമ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പണ്ഡിതന്. കാരണം നീ പുസ്തകം വായിക്കാറില്ലേ? അപ്പോൾ ഞാനും പുസ്തകം വായിക്കും. നമുക്ക് പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമുക്ക് പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് സ്വയമേവ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവും, ഇമാജിനേഷൻ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പുസ്തകം വായിക്കാത്ത ആൾക്കാർക്ക് അതുണ്ടാവില്ല. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും പക്ഷേ ആ പുസ്തകത്തിലുള്ള കണ്ടൻറ്റിൻ്റെ ഡെപ്തും അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവർക്ക് നമ്മൾ വേറെ രീതിയിലായിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരാരാ സ്വയമേവ ഇമാജിനേഷൻ ഇല്ല. അവരുടെ ഇമാജിനേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മളവർക്ക് വിഷ്വലായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഇമാജിനേഷൻ ഇത് കൊടുക്കുന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, എനിക്ക് ഭയങ്കര അറിവുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരനാണെന്ന് ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാനൊന്നും ഞാൻ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ എൻ്റെ ഉള്ളിലില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അപ്പോൾ ഒരു റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ അങ്ങനെ വായിച്ചു നോക്കുക അങ്ങനെയൊന്നുമില്ല? വായിക്കുകയൊക്കെ ചെയ്യും. അതടുത്തൊരു അഭിപ്രായമാണ്, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഒരു ഇതില്ലാതെ, ഒരു അർഹിക്കുന്ന ഒരു ഗൗരവവും ഇല്ലാതെ വായത്തോന്നിയൊക്കെ വിളിച്ച് പറയുന്നൊക്കെ കുറേ അതാണല്ലോ ഇപ്പോൾ റിവ്യൂ ഒക്കെ. അല്ലാണ്ട് ആർക്കും റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് സിനിമയുടെ. ഇത് ക്രിയേറ്റീവ് പാർട്ണർ ഓഫ് എ ഫിലിം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് സിനിമ സമൂഹത്തിനുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമയിലേക്ക് ആൾക്കാരെ നിങ്ങൾ എങ്ങനെ കണ്ട് നിങ്ങൾ കാണേണ്ട സിനിമയാണിത് എന്ന് പറഞ്ഞ് അവരെ ഷോക്കേസ് ചെയ്യേണ്ട ജോലി റിവ്യൂവേഴ്സിനുണ്ട്. അല്ലാണ്ട് റിപ്പ് ഓഫ് ചെയ്യുകയും മറ്റേ റോസ്റ്റ് ചെയ്യലും മാത്രമൊന്നുമല്ല ഈ റിവ്യൂവേഴ്സിൻ്റെ കാര്യം. ഈ റോസ്റ്റ് ചെയ്യുകയും റിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ആ ഫിലിം മേക്കറെക്കാളും ഞാൻ ഭയങ്കര വിവരമുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഒരു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് ഉണ്ടാവുമല്ലോ. ആ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഫിലിം അപ്രീസിയേഷനാണ്, ക്രിറ്റിസിസം അല്ല. അത് അപ്രീഷിയേഷനാണ് നമ്മൾ പഠിക്കേണ്ടത് നല്ലൊരു സിനിമ ഉണ്ടാകുമ്പോൾ. അത്തരത്തിലുള്ള റിവ്യൂവേഴ്സോ ഒന്നും നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലില്ല. അങ്ങനത്തെ ആൾക്കാർ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് വ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തരം റിവ്യൂസും എപ്പോഴും തെറി വിളിച്ചാലാണ് വ്യൂവേഴ്സ് കൂടുക. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ സിനിമ ഉണ്ടാക്കുന്ന, ഇപ്പോൾ എൻ്റെ സിനിമയെ പറ്റി സ്നേഹം അത് നന്നാവണം എന്നുള്ളത് എനിക്ക്, എൻ്റെ സിനിമയ്ക്കും എൻ്റെ പ്രൊഡ്യൂസർക്കും അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അത് എങ്ങനെയൊന്ന് പൊട്ടിത്തെറിഞ്ഞാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്. ആരും വന്ന് കൊടി നാട്ടുന്നത് മറ്റൊരാൾക്ക് താല്പര്യമില്ല. അന്ന് 0 ബേബി ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം, ഈ സിനിമയുടെ അതിൻ്റെ വിൽപ്പന സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ OTT സൈഡ്, ഡിജിറ്റൽ സൈഡ്, അതിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട് നിലവിൽ എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥ
ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ടോ മലയാള സിനിമ? രഞ്ജൻ പ്രഭു എന്നുള്ള സംവിധായകൻ, എഴുത്തുകാരൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഭയങ്കര പ്രതിസന്ധിയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ 4 ഹീറോസും ഉണ്ട്, 400 ഡയറക്ടേഴ്സും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ആവശ്യത്തിനുള്ള ആക്ടേഴ്സ്, മാർക്കറ്റബിളായിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല നമുക്ക്. ഡയറക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കൊല്ലത്തിലൊരു സിനിമയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആക്ടേഴ്സ് അവൈലബിൾ ആയിട്ട് വേണ്ടേ? എല്ലാവരും തിരക്കുകളാണ്, എല്ലാം എണ്ണം കുറവാണല്ലോ ആക്ടേഴ്സിൻ്റെ. അതാണ് ഒന്നൊരു വലിയൊരു കാര്യമുള്ളത്. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള പുതിയ ഡയറക്ടേഴ്സ് വരികയാണ്. പുതിയ ഡയറക്ടേഴ്സ് ഭയങ്കര മിടുക്കന്മാർ. അവർ വളരെ അവർക്ക് കാശൊന്നും ഇല്ലാതെ, അവർ കഷ്ടപ്പെട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്ന്, ഒരു ബ്രേക്കല്ലേ അവരെ സംബന്ധിച്ചുള്ള, അവർ എത്ര കഷ്ടപ്പെടാനും റെഡിയാണ്. അങ്ങനെ ഇരുന്ന് കാശൊന്നും വാങ്ങിക്കാതെ അവർ വളരെ ചെറിയ ബഡ്ജറ്റിൽ നല്ല ഗംഭീര സിനിമകൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വിചാരിക്കുക, 3 കോടി രൂപയ്ക്ക് എനിക്ക് ഈ പടം കിട്ടി, പിന്നെ എനിക്ക് എന്തിനാ നിൻ്റെ 10 കോടീൻ്റെ പടം എന്നുള്ളതാണ് മറ്റേ ചോദിക്കുന്നത്. ഫലത്തിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ടെക്നീഷ്യൻസിനും ആൾക്കാർക്കൊന്നും പൈസ കൊടുക്കാൻ സിനിമയിലില്ല പ്രൊഡ്യൂസർമാരുടെ അടുത്ത്. കാരണം ഇതൊരു മാർക്കറ്റില്ല. അപ്പോൾ നാളെ നീ സിനിമയിലേക്ക് വരുമ്പോഴല്ല, നമ്മുടെ മക്കൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവരോട് ഇതൊരു പ്രൊഫഷനാണ്, നീ തിരഞ്ഞെടുക്കുക, ഇതിൽ വരുമാനം, ജീവിതമാർഗ്ഗം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാവരുടെ അവസ്ഥയും ഭയങ്കര മോശമാണ്. നമ്മുടെ മലയാള സിനിമയിലുള്ള ഏത് ഡയറക്ടറെ എടുത്തോ എല്ലാവരുടെ അവസ്ഥയും മോശമാണ്. ഇങ്ങനെ നന്നായി നിൽക്കുന്ന ആരുമില്ല സിനിമയിൽ സാമ്പത്തികമായിട്ട്. അതിൻ്റെ ഒരു ഭയങ്കരമായ ക്രൈസിസാണ്, ഭയങ്കര അണ്ടർ കട്ടിങ്. അതായത് റെമ്യൂണറേഷൻ ഒന്നും പറയാൻ വയ്യല്ലോ, ബഡ്ജറ്റ് ഇത് എടുക്കാൻ ആളില്ല. ചില താരങ്ങൾക്ക് മാത്രം ഇങ്ങനെ റെമ്യൂണറേഷൻ കൂടി പോകുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഒരു എക്കണോമിക്കൽ ബാലൻസ് ഒട്ടും കറക്റ്റല്ല സിനിമയിൽ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്യാമറമാൻ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് വിചാരിച്ചു. 50 ദിവസമാണ് ക്യാമറമാൻ അതിനകത്ത് ആ സിനിമയ്ക്ക് വേണ്ടി എൻഗേജ് ചെയ്തെന്ന് കൂട്ടിക്കുക, ഒരു 50 ഡേയ്സ് ഷൂട്ടിങ്. അതിന് വേണ്ടി അതിൻ്റെ 1-2 ദിവസം എൻ്റെ റെക്കയ്ക്ക് വേണ്ടിയിട്ട് അതിനൊക്കെ വന്നിട്ടുണ്ടാവും. 50 ലക്ഷം കൊടുക്കുന്നു വിചാരിച്ചു. ഒരു ദിവസം 1 ലക്ഷം വെച്ചിട്ട് ആ ക്യാമറമാൻ വർക്കൗട്ടായി. അടുത്തൊരു പടത്തിൻ്റെ അകത്തേക്ക് പോകാൻ പുള്ളിക്ക് കൊല്ലത്തിലൊരു 4-5 പടം ചെയ്യാം. ഒരു റൈറ്ററുടെ കാര്യം എടുത്ത് നോക്കുക, എത്ര കാലമാണ് ഈ റൈറ്റർ ഒരു സിനിമയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് നോക്കുക. അയാളിരുന്ന് എഴുതി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഷൂട്ടിങ് തീരുന്ന ഇറങ്ങുന്ന വരെ അയാൾ വരുമ്പോഴത്തേക്ക് അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഒരു കൊല്ലത്തോളം പോയി. അപ്പോൾ ഒരു ദിവസം 1 ലക്ഷം റുപ്യ വെച്ചിട്ട് അയാൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. കൊടുക്കാൻ പറ്റുമോ? ഇതൊരു വലിയ പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരു വലിയൊരു ഡയറക്ടർക്കും അതുപോലെ തന്നെയാണ്, മനസ്സിലായില്ല. അപ്പോൾ ഫലത്തിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സിനിമകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഔട്ട്ഡോർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവർക്കോ കിട്ടുന്ന കാശ് ചിലപ്പോൾ ഒരു റൈറ്റർക്കോ ഒരു ഡയറക്ടർക്കോ കിട്ടില്ല സിനിമയെന്ന് ഒരു കൊല്ലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഈ മലയാള സിനിമയിൽ കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ അഡ്വാൻസ്മെൻറ്റ്സ് ആദ്യം ചെയ്ത ഒരാൾ എന്നുള്ള ഒരു ഏരിയയിൽ ഞാൻ സാറിനെ നോക്കിയിട്ടുണ്ട്. അത് ഈ പരസ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സുഹൃത്തുക്കൾ അവിടെ നിന്ന് വരുന്നതാണ് ഈ അപ്ഡേഷൻ? അല്ല, ഞാൻ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന കാര്യം, സിനിമ ഇന്നത്തേക്ക് ഉണ്ടാക്കുന്നതല്ല, അത് ന്യൂസ് പേപ്പർ അല്ല, ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുന്ന ഒരു സാധനമല്ല ഇത്. സിനിമ നമ്മൾ എല്ലാ കാലത്തേക്കും വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഇമേജ് ക്വാളിറ്റിയും ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെൻസ്, ഏറ്റവും പുതിയ ലെൻസ്, ഏറ്റവും പുതിയ ക്യാമറ, ഏറ്റവും പുതിയ സൗണ്ട് എക്യുപ്മെൻറ്റ്സ്, ഏറ്റവും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഉപയോഗിച്ചാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ടെക്നോളജി, കാരണം ഇതും അപ്ഡേറ്റ് ഒന്നും അല്ല, ഇതിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് മാറും. പക്ഷേ ഇന്ന് നമുക്കിത് രേഖപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നത് എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം വെച്ചെന്ന് വെച്ചിട്ട് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഹോളിവുഡിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറകളോ ലെൻസുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല, നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ മികച്ചത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ടെക്നോളജിക്കലിയുള്ള അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇതുവരെ ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഈ റോസ് ഗിറ്റാറിന എന്നുള്ളൊരു സിനിമയുണ്ട്, എൻ്റെ അറിയില്ല. ആ സിനിമയാണ് ആദ്യമായിട്ട് സീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ സിറ്റുവേഷൻ ഇതാണ്, നിങ്ങൾ പെർഫോം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന, നിങ്ങൾക്ക് ഇതാണ് സീൻ, നിങ്ങളിത് പെർഫോം ചെയ്തോളൂ, ഞാൻ ഷൂട്ട് ചെയ്തോളാം, ഞാൻ ക്യാപ്ചർ ചെയ്തോളാം ആ മൊമെൻറ്റ്. അത് റോസ് ഗിറ്റാറിനാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെയല്ലേ? അതെ, അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ലോക സിനിമയിലൊക്കെ പലരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞുള്ള സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്ന പോലെ ഇത്തരം സിനിമയോടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ, അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മുടെ കാലം എത്തിയിട്ടില്ല, നമ്മുടെ സിനിമ അവിടെ എത്തിയിട്ടില്ല, നാടവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും ഇവിടെ? ഇവിടുത്തെ സിനിമയുടെ വേറൊരു രീതിയാണ്. എനിക്ക് ആ രീതികളോട് ഒരു തരം കൂറുമില്ല, ഒരു പങ്കുമില്ല എനിക്ക്. അപ്പോൾ അത് കാലം മാറണം, സിനിമ തന്നെ മാറിയേ പറ്റൂ.
അപ്പോൾ അങ്ങനെ ഒരു 5-6 കൊല്ലം ഞാൻ സിനിമ എടുത്തില്ല. ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ റോസ് ഗിറ്റാറിനാലുള്ള സിനിമ ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായി ആരും നമ്മൾ വിശ്വസിക്കില്ല. ഒന്നും തന്നാലും തന്നില്ലെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും ആർട്ടിസ്റ്റ് ഒന്നും ഡേറ്റ് ഒന്നും തരില്ല. കാരണം നമ്മളിപ്പോൾ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല ആൾക്കാർക്ക്. പിന്നെ പലതരത്തിലുള്ള പ്രചരണങ്ങളാണ്. സിനിമ വിട്ടുപോയാൽ വട്ടായാൽ ഡ്രഗ് അഡിക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ എനിക്ക് തന്നെ അതായത് ഞാൻ ഇന്നലെ വരെ ചെയ്ത പോലത്തെ ഒരു സിനിമ അല്ല എനിക്കിനി ചെയ്യാനുള്ളത്. എനിക്കിനി ഞാൻ വേറൊരു തരത്തിലുള്ള സിനിമകളെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ആർട്ടിസ്റ്റിനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവും ഇപ്പോൾ അതിൻ്റെ അകത്ത്. കാരണം അവർക്ക് ഫാൻസ് ഉണ്ട്, അവർക്ക് അവരുടെ കരിയർ ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. പുതിയ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഒന്നുമില്ല, അവർക്ക് ഇതില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അവർ നമ്മളെ വിശ്വസിച്ചോളും. നമ്മൾ പറയുന്ന എന്ത് കാര്യം അവർ അംഗീകരിക്കുകയും അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും, കാരണം അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയാണല്ലോ. അതുകൊണ്ട് പുതിയ ആളുകൾ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ. കാരണം വേറെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വിശ്വസിക്കാൻ തോന്നില്ല. കാരണം അവർക്ക് ഒരുപാട് കൺസേൺസ്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പുതിയ ആളുകൾ വെച്ച് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് 2 ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് റോസ് ഗിറ്റാറിനാൽ. ഒരേ സമയം 2 ക്യാമറയിൽ സീൻ എടുക്കുന്നത്, 2 ക്യാമറ രണ്ടും ഷോർട്ടായിരിക്കണല്ലോ. നമ്മൾ വെറുതെ കല്യാണത്തിന് എടുക്കുന്ന പോലെ കവർ ചെയ്ത് പോലത്തെ പോരല്ലോ. ഒരു മാസ്റ്ററും അങ്ങനെയാ. അങ്ങനെയല്ല. ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഷോട്ടും എൻ്റെ ഷോട്ടും ഒരേ സമയം എടുക്കുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അതിനൊരു ചെറിയൊരു ക്യാമറ എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് ഒരു ക്യാമറ വെക്കാൻ തന്നെ അറിയില്ല നമുക്ക്. അപ്പോഴാണ് 2 ക്യാമറ വെക്കുന്നത്. അപ്പോൾ ആ 2 ക്യാമറ വെക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു റോസ് ഗിറ്റാറിനാലെ ചെയ്യുമ്പോൾ. അത് ഞാൻ പറയും ചെറിയ ബജറ്റിൽ ചെയ്തിരിക്കുന്ന പടമാണ്. അതൊന്നും വലിയ പൈസ ഒന്നും ആയിട്ടില്ല. ഞാൻ ടോട്ടലി 29 ഡേയ്സാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. അതിന് ഈ പറയുന്ന പോലെ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു സീരിയൽ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്ര ലൈറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഒരു ക്രെയിൻ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയാണ് വളരെ ചെറിയ ബജറ്റിൻ്റെ അകത്തൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളെ എൻ്റെ മനസ്സിലിപ്പോൾ അഖീർ ദ റാത്ത് ഓഫ് ഗോഡിലുള്ള പോലെ എങ്ങനെ അഭിനയിപ്പിക്കാമെന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു സൂത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 2 ക്യാമറ ഉപയോഗിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരികയും അങ്ങനെ ഇതൊക്കെ വരുന്നത്. പക്ഷേ 2 ക്യാമറ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലുബ്ധപ്രതിഷ്ഠനായ ഒരു ക്യാമറമാനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ, ലൈറ്റിങ്ങും ഇതൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു നല്ല പേരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലാത്ത ഒരു പുതിയ ഒരു ക്യാമറമാനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുകയാണ് അത് ചെയ്യുന്നത്. അത് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ട് അത് 2 ക്യാമറ വെക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും ഓർഗാനിക്കായിട്ട് ആൾക്കാരുടെ പെർഫോമൻസസ് വരിക. അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത ഡയലോഗ് പഠിച്ച് പറയുന്നതും ആ ഡയലോഗ് ആ ഒരു ആശയം പറഞ്ഞ് അവരുടേതായ രീതിയിൽ അത് പറഞ്ഞ് ഞാൻ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് പറയാൻ ശ്രമിക്കുന്നതും തമ്മിൽ എന്തുമാത്രം അതിൻ്റെ ഓർഗാനിക്കായിട്ടുള്ളതിൽ വ്യത്യാസം ഉണ്ടാവും എന്നറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് റോസ് ഗിറ്റാറിനാൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. ആ സിനിമ ആർക്കും ഒരു ബാധ്യതയല്ല. കാരണം അതെനിക്ക് സഹായിച്ചിട്ടുള്ളത് ആരാണെന്ന് വെച്ചാൽ സത്യത്തിൽ സൂര്യ ടി വിയാണ്. സൂര്യ ടി വിയിലെ പ്രവീൺ സാറാണ്. അദ്ദേഹത്തിനെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ 5-6 വർഷത്തെ ഗ്യാപ്പായി കാര്യങ്ങൾ ഇതായി, ഇപ്പോൾ ആൾക്കാരൊന്നും നമ്മളെ വിശ്വസിക്കുന്നുള്ള കാര്യമുള്ളതുപോലെ പറഞ്ഞു. അപ്പോൾ ഒരു സിനിമ എടുത്ത് നോക്കാമെന്നുള്ളൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ മറ്റ് മുമ്പ് സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജെന്യൂനാണെന്ന് ഫീൽ ചെയ്തുകൊണ്ട് പുള്ളി പറഞ്ഞാൽ ഡോണ്ട് വറി വിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി അവർ സൂര്യ ടി വി നേരത്തെ വാങ്ങിച്ചു ആ പടം. എന്നിട്ട് അവർ കാശ് തന്നിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവരത് ടേബിൾ പ്രോഫിറ്റ് ആ പടം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ തന്നെ. അല്ലാതെ അതിപ്പോൾ സൂര്യ ടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണുള്ളത്. ആ പടത്തിനൊരു 60 രൂപയുടെ അടുത്ത് ചിലവായിട്ടുണ്ടാവും. അത് ഒരു നല്ല ലാഭം ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു 1.40 1.60 എന്താണ് അത് അവർ തന്ന പൈസ. അതിൽ ആദ്യമായിട്ട് ഒരു എന്താ പറയുക റഖേ ഗാനം പാടിയിട്ടുള്ള മലയാളം സിനിമ റോസ് ഗിറ്റാറിനല്ലേ? അതെ, അത് സ്വയമായിട്ടല്ലേ പാടുന്നത്? അതെ, അത് ഷഹബാസ് അമനാണ് അത് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് ചെയ്തിരിക്കുന്നത് അത് സ്വയമായിട്ടാണ്. അത് പാട്ട് പാടി അതിൽ ഫീച്ചർ ചെയ്യാനുള്ള ഐഡിയയും ഷഹബാസ് അമൻ്റെ ആയിരുന്നോ? അതെ, അത് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചാണ്. അഭിനയിച്ചത് ഞാൻ ഷോട്ട് എടുത്തതിൻ്റെ കാര്യമല്ല. ആ പാട്ട് ചെയ്യുന്ന സമയത്ത് അത് ഷഹബാസ് അമൻ എന്ന് റെക്കോർഡിംഗ് ആണ് നമുക്ക് പാട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് റോയാണ് അതിൻ്റെ കീബോർഡ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ക്ലിക്ക് ട്രാക്ക് മാത്രം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ട്യൂണില്ല ഒന്നുമില്ല. നീ അവിടെ പോയി നിൽക്കുക പാടുന്നത്. ഞാൻ ആരാ പാടുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആരാ പാടുന്നത്? നീയാ പാടുന്നത്, നീ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ പോയിരുന്ന ഓരോരോ വരികളായിട്ട് പുള്ളി, ഷഹബാസ് തന്നെയാണ് ലിറിക്സും, ഓരോരോ വരികളായിട്ട് പുള്ളി ഇങ്ങനെ പാടിത്തരും, ഞാൻ പാടും. അങ്ങനെയാണ്, ഒറ്റ സ്ട്രെച്ചിൽ ഫുള്ളായിട്ട് പാടിയതല്ല അത്. ആക്സിഡൻ്റായ പാട്ടുകാരനാവുന്നതാണ്. തീർച്ചയായിട്ടും അതെ. അല്ലാതെ അങ്ങനെ അതല്ല, പാട്ടുകാരനായിട്ടുമില്ല. ആ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ച അത് ഷഹബാസ് അമൻ്റെ ഒരു കോൺഫിഡൻസും പുള്ളിയുടെ ഒരു
ഇതൊക്കെയാണ്. പിന്നെ ഞാനത് അതിൻ്റെ പ്രൊമോഷന് വേണ്ടി അത് ഉപയോഗിക്കാൻ തീരുമാനിക്കാൻ കാര്യം എന്ന് വെച്ചാൽ 5-6 വർഷമായിട്ട് ഞാൻ എവിടെയാണെന്നുള്ളത് എൻ്റെ ശബ്ദമോ ഒന്നും ആരും കേട്ടിട്ടില്ല, ഞാൻ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ, എന്തായാലും എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിന് പ്രേക്ഷകരായിട്ടും ഫസ്റ്റ്. അപ്പോൾ അവരോട് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് കൺസേൺ ഉള്ളൂ, കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള അവരോട്, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ 6 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം എൻ്റെ ശബ്ദം മറ്റുള്ളവരെ എങ്ങനെ കേൾപ്പിക്കണം, ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ല പരിപാടി എന്ന്. രാത്രി 12 മണിക്ക് വെച്ച് നമ്മളിതിൻ്റെ ഓഡിയോ റിലീസ്. അപ്പോൾ ഷഹബാസ് അമൻ മ്യൂസിക്. അപ്പോൾ ഷഹബാസ് അമൻ അപ്പോൾ ഇങ്ങനെ ഈ പുഴയും ആ പാട്ടൊക്കെ ഒന്ന് ഹിറ്റായി നിൽക്കുക, ഭയങ്കര മെലോഡിയസായി നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോഴാണ് 12 മണിക്ക് നമ്മളെല്ലാവരും ഇതാ ഇന്ന് പാട്ടിറക്കുകയാണ്, ഷഹബാസ് അമൻ്റെ ആരാധകർ എല്ലാവരും വരുന്നു, ചെവിയിൽ പ്ലഗ് ഇൻ കുത്തി വെക്കുന്നു, അപ്പോൾ മുങ്ങാ എന്നുകൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കുസൃതി അതിൽ ചിന്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പിന്നെ ഒരു ഭയങ്കര ഫിലോസഫി എന്തെങ്കിലും പറയണ്ടേ, നമ്മൾ ഇത്രയും കാലം നമ്മൾ വലിയ സന്യാസമായിട്ട് നമ്മൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുമ്പോൾ എന്തെങ്കിലും ഫിലോസഫി പറയണ്ടേ. ഭയങ്കര ആത്മരതിയുള്ള ഒരാളാണല്ലേ? സ്വയം വളരെ ഇഷ്ടം. നാർസിസ്റ്റ്? കൈൻഡ് ഓഫ്. നോ, നെവർ. ഒരിക്കലും അല്ല. അല്ല, സ്വയം വളരെ ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. ഐ ഡോണ്ട് കെയർ, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ലൈക്ക് നീ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിന്നെ പേടിയില്ല, അത്രേ ഉള്ളൂ. നിന്നെ സൂചിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല, ഞാൻ സൂചിപ്പിക്കാനും നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലി എൻ്റെ പണിയും, ഞാൻ നിന്നെ ഉപദ്രവിക്കാനും വരുന്നില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല, എനിക്ക് നിന്നെ സഹായിച്ച് നല്ല കാര്യം ചെയ്തേ പറ്റുമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും എന്നെ പുകഴ്ത്തിയെടുത്ത് അങ്ങനെ വെക്കണം അങ്ങനെയൊന്നും എനിക്ക് യാതൊരു നിർബന്ധമില്ല, അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഐ ആം കെയർ ഫ്രീ, അത്രേ ഉള്ളൂ. ഞാൻ ഈസി ആയിട്ട് ജീവിച്ചു പോകുന്നു, അതാണ് ഈസി. കാരണം നമ്മളിപ്പോൾ ഒരു സ്കീം ഉണ്ടാക്കി ഞാൻ നിൻ്റെ ഒരു കാര്യം പറഞ്ഞ് നിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് ഡ്രാമ ഞാനുള്ളിൽ ചിന്തിക്കണം, എൻ്റെ സമാധാനം പോകും, പീസ് പോകും. പീസ്ഫുള്ളായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. അല്ലാതെ ആത്മരതിയും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അങ്ങനെയൊന്നും അല്ല. അതിന് ഇപ്പം വേറൊരു കാര്യമുണ്ട്, ലൈക്ക് ഐ ലൈക്ക് മൈ ഓൺ കമ്പനി. എനിക്ക് എൻ്റെ കമ്പനി എനിക്കിഷ്ടമാണ്, മറ്റുള്ള കമ്പനികളിൽ ഇരിക്കുന്നതിനേക്കാളും ഐ ലൈക്ക് ബീങ് അലോൺ. അങ്ങനെ കുറച്ച് സമയം എനിക്കൊരു ദിവസം ഒറ്റയ്ക്കിരിക്കാൻ വേണം, അത് ഉള്ളൊരു കാര്യമാണ്. അതിന് ആത്മരതി എന്ന് പറയാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ സിനിമ പലപ്പോഴും കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് എളുപ്പത്തിൽ സംഭവിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കൂട്ടായ്മയോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ കുറേയും കൂടി രഞ്ജൻ പ്രമോദ് സിനിമകൾ ഉണ്ടാവുമായിരുന്നു. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ വഴികളല്ലേ, ഓരോരുത്തർക്കും പാകമാവുന്ന അണ്ടർവെയർ നമ്മളിടുക എന്നല്ലാതെ ഞാനത് വേറെ ഒരെണ്ണം ഇടാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പാകമായ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഞാൻ ജീവിക്കുന്ന സമയത്ത് ജീവിച്ചിരുന്നു എന്നതിന് അടയാളമായി കുഴിച്ചിടുന്ന ചില തൂവലുകളാണല്ലോ ഈ പറയുന്ന സിനിമകളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോധം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കഴിയുന്നതും നാണക്കേടുള്ള പരിപാടികളൊന്നും ഇല്ലാതെ അത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നന്നായിട്ടത് ചെയ്യുക, എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുക. ബേസിക്കലി സിനിമയുടെ പർപ്പസ് എൻ്റർടൈൻമെൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻലൈറ്റ്മെൻ്റ് അല്ല. എൻ്റർടൈൻമെൻ്റ് ആണ് ഫസ്റ്റ്. എൻ്റർടൈൻമെൻറ്റിലൂടെ നിങ്ങൾക്ക് എൻലൈറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപാധി. എൻലൈറ്റ്മെൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ ലക്ഷ്യം, പക്ഷേ എൻ്റർടൈൻമെൻ്റ് ആണ് അതിൻ്റെ ഉപാധി. അതാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറയുന്നത് ഇപ്പോൾ ആളുകൾ രഞ്ജൻ പ്രമോദ് എന്നുള്ള എഴുത്തുകാരെ എഴുതി വെച്ചതിൻ്റെ അത്രയും ആഴത്തിൽ രഞ്ജൻ പ്രമോദിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഐ ഡോണ്ട് കെയർ. ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പോൾ സീറോ പോയിൻറ്റ് ബേബിയിൽ തമിഴ് കൾച്ചർ മലയാളവുമായി എത്രമാത്രം അടുത്ത് നിൽക്കുന്നു, ആഴത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, ഒരു അങ്ങനത്തെ ഒരു സെക്ടർ ഉണ്ട് അതിനകത്ത്. അവർക്ക് അവരുടെ വാള് കൊടുക്കുന്നതായാലും അവരുടെ കുലദൈവത്തെ തൊടുന്നതായാലും എങ്ങനെയാണ് തമിഴിനെ മലയാളി കാണേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് മലയാളത്തിൻ്റെ തുടക്കം എന്ന് കാണിക്കുന്നൊരു ഏരിയ ഉണ്ട് അതിനകത്ത്. അതൊന്നും പക്ഷേ ഇപ്പോഴും ആളുകൾ മൊത്തത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതോ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അവിടെ ഒരു അല്ല, അതുകൊണ്ടൊന്നും പ്രശ്നം തോന്നാറുണ്ടോ ചോദിക്കുന്നത് ഇല്ലല്ലോ. ആ കാരണം നമ്മുടെ പ്രേക്ഷകർ ഇന്നത്തോണ്ട് തീർന്നു എന്ന് വിചാരിക്കുമ്പോഴല്ലേ ആ പ്രശ്നമുള്ളൂ. അപ്പം ഞാനിപ്പോഴും അഗിരെ റാത്ത് ഓഫ് ഗോഡിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ പറയുന്ന ഒരാൾ എവിടെയോ ഉണ്ടായിരിക്കും, ആർക്കൊക്കെയോ വേണ്ടി ഏതൊക്കെയോ കാലത്ത് ഏതെല്ലാമോ സന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വർക്കാണത്. അതിപ്പോൾ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മാത്രം ഒരു ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ഒത്തുചേർന്നുകൊണ്ടാണല്ലോ അത് ചെയ്യാൻ പറ്റിയത്. സോ അത് അങ്ങനെ സംഭവിച്ചു. ആ സംഭവിച്ച കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത്. അപ്പോൾ ഇന്ന് തന്നെ അത് പൂർണ്ണമായും വായിക്കപ്പെടണമെന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റില്ല. നാളെ പിന്നീട് വായിക്കപ്പെടുമായിരിക്കാം, വേറൊരാൾ വായിക്കുമായിരിക്കാം, വേണ്ടവർ കാണുമായിരിക്കാം. എല്ലാവർക്കും കാണാനൊന്നുണ്ട്. അത് വളരെ പ്ലെയിനായിട്ട് സൂപ്പർഫ്ലുവസ് ആയിട്ട് സൂപ്പർഫിഷ്യലായിട്ട് സിനിമ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ത്രില്ലർ സിനിമ ഉണ്ട്.
കുറച്ചുകൂടെ ആഴത്തിൽ കാണാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അതിലൊരു പൊളിറ്റിക്കൽ സിനിമയുണ്ട്. കുറച്ചുകൂടെ ആഴത്തിൽ അതിനെ കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു 2-3 ലേയേഴ്സിൽ ആ സിനിമേനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സിനിമേനെ എന്തായാലും 5-6 തൂവലുകൾ ഉടനെ കുറച്ചും കൂടി പൊഴിച്ചിടാൻ സാധിക്കട്ടെ വരുന്ന സിനിമകളിൽ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.